ഹായ്, എയർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചിക്കൻ കറി വെച്ച് നോക്കാം. ഓക്കെ, അതിനായി ഞാനിവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 2 സവോള മീഡിയം സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ഉണക്കത്തേങ്ങ കൊത്തും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ എടുത്ത് അടുപ്പ് വെച്ചിട്ട് നമുക്കിനി അത് സ്റ്റൗ ഓണാക്കാം. നമ്മുടെ പാൻ ചൂടായി വരുന്നുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേനും നമ്മളതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണേലും ഒഴിക്കുക, അത് ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് ഒന്ന് പൊട്ടിത്തെറിക്കുമ്പോഴത്തേന് നമ്മളിവിടെ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു ചെറിയ കളർ മങ്ങുമ്പോഴത്തേക്കിന് നമ്മളിവിടെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇതാണ്. ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് കളർ വാങ്ങി വരുമ്പോൾ നമുക്ക് സവോള അരിഞ്ഞു വെച്ച സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഇളക്കുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം. നമുക്ക് നമ്മളിവിടെ കഴുകി വെച്ചിരുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു നല്ല കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇതാകും. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്നായി നല്ലൊരു ബ്രൗൺ കളറിനോട് അടുത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നല്ലവണ്ണം യോജിപ്പിച്ച് നല്ലവണ്ണം സവോളയുമായിട്ട് നല്ലവണ്ണം യോജിപ്പിച്ച് നമുക്ക് നമ്മളിത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കഴിക്കാം. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഗ്യാസ് എല്ലാം തക്കാളിയെല്ലാം വെന്തുടഞ്ഞ് നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഇതെല്ലാം നമുക്കൊരു ലോ ഫ്ലെയിമിലിടാം. ആദ്യമായി മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1 സ്പൂൺ വേണ്ട, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കിയിട്ട് പച്ചമണം മാറി കഴിഞ്ഞപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറണം മല്ലിപ്പൊടിക്ക്.
മല്ലിപ്പൊടിയൊക്കെ ഏകദേശമായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ മസാല ഒരു 2 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മസാല നല്ലവണ്ണം നോക്കണം. നല്ല ചില പച്ച മണമൊക്കെ മാറും. ഇനി നമുക്കൊരു 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മതി. ഒരു 1/2 സ്പൂൺ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പൊടിയുടെ പച്ചമണമെല്ലാം മാറി നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കന് ഇടാം. നമുക്കിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ യോജിച്ച് നമുക്ക് നല്ലതായിട്ട് ചിക്കനൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം യോജിക്കണം. അപ്പോൾ ആ പൊടിയെല്ലാം ചിക്കനുമായിട്ട് ഇരിക്കണം. ചിക്കനിൽ പൊടിയെല്ലാം പിടിച്ചിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ചിക്കനിൽ നല്ലവണ്ണം അരപ്പൊക്കെ പിടിച്ചുകൊണ്ട് നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ ആവശ്യത്തിന് വേകാൻ ചിക്കനകത്ത് വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്ക് ചിക്കനൊന്ന് വേകാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൂട്ടാം. നമുക്ക് ഇനി ഒരു ചിക്കനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിനി ചിക്കൻ കറി ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആഹാ, നല്ല എല്ലാം നല്ല കളറും നല്ല മണവും ചിക്കനൊക്കെ വെന്ത് വരുന്നു. നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നല്ല മണം. നല്ല ചിക്കനൊക്കെ ചാറൊക്കെ കുറുകി നല്ലവണ്ണം ചിക്കനൊക്കെ വെന്ത് നല്ല പരുവമായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഹായ്, എല്ലാവർക്കും ചിക്കൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.